അറിയിക്കുന്നു. സഹായിക്കട്ടെ. ഞാൻ ഇന്ന് പ്രിയ മിനിയാൻറ്റി വന്നപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചറിയിച്ചപ്പോൾ ശുശ്രൂഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, ഞാൻ ശുശ്രൂഷ അനുഭവിക്കാനാണ് വരുന്നത്, എന്നെ നിർബന്ധിക്കരുത് ശുശ്രൂഷിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകല് സമയത്തെ വേർതിരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് അദ്ദേഹത്തെ സഹായിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി. അത് അനുഭവിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. എന്നാൽ ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതെന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ മീറ്റിങ്ങിന് ശേഷം പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകും. അതുകൊണ്ട് ആ നിയോഗം ലഭിക്കപ്പെടുന്ന എല്ലാവരും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരുന്നു. എപ്പോഴും വന്ന് നമ്മുടെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ കഴിയത്തില്ല. കാരണം ഇന്ന് തന്നെ രാവിലെ ദീർഘദൂരം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. കൊല്ലത്തുനിന്നാണ് വരുന്നത്. സ്തോത്രം. തന്നോടൊപ്പം പ്രിയ പേരെന്താ സാധിച്ചത് പ്രിയ സിസ്റ്ററെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഈ നിങ്ങൾ മസില് പിടിച്ചു ദൈവത്തെ സ്തുതിച്ചിട്ട് കാര്യം, അങ്ങനെ സ്തുതിച്ചിട്ട് കാര്യമുണ്ട്. സന്തോഷത്തോടെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷം എവിടെ വരണം? ഫേസിൽ വരണം. ചുമ്മാ ദൈവത്തോട് എന്തോ നീരസം ഉള്ളതുപോലെ ഹല്ലേലൂയ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ മുഖത്തുണ്ടാവും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, പൗലോസ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വീണ്ടും നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഈ പറഞ്ഞത് പൗലോസിന്റെ ഏറ്റവും വൈഷമ്യമേറിയ ഒരു സാഹചര്യത്തിലാണ്. ഹല്ലേലൂയ. ഏറ്റവും വൈഷമ്യമേറിയ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ. കാരണം കാരാഗ്രഹത്തിൽ വെച്ചാണ് ഇത് പറയുന്നത്. കർത്താവിൽ ഹല്ലേലൂയ. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ പറയാൻ പറ്റും? സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്ന വിഷയം മറക്കരുത് എന്നുള്ളതാണ്. മറക്കരുത്, മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അരുമനാഥൻ ചെയ്തു തന്നതൊന്നും എന്ത് ചെയ്യരുത്? മറക്കാൻ പാടില്ല. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. നമ്മൾ ഈ സർവസാധാരണ
പറയാറുള്ള ഒരു വാക്കാണ്, മരിച്ചാലും ഉണ്ടെന്നില്ല, മരിച്ചാലും മറക്കത്തില്ല. ഹല്ലേലൂയ അല്ലേ? പക്ഷെ ആ വാക്ക് എത്രത്തോളം തെറ്റായ ഒരു വാക്കാണെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലും എന്ത് ചെയ്തില്ല, മറക്കത്തില്ല. ഹല്ലേലൂയ. മരിച്ചാലും മറക്കത്തില്ല. സ്തോത്രം. അതേപോലെ തന്നെ പറയുന്ന ഒരു പദമുണ്ട്, സെയിം ആണ്, പക്ഷെ അതിന്റെ ഒരു വേറൊരു വേഷനാണ്. എന്നെ കൊന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. പക്ഷെ അതിന്റെ വേറൊരു വേഷനാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതിനോടനുബന്ധിച്ച് പറയുന്നതാണ്, എന്നെ കൊന്നാലും ഞാൻ. അതും തെറ്റായ ഒരു വാക്കാണ്. എന്നാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കൊന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യൻ ചെയ്ത് തരുന്നത് നമ്മൾ ഓർക്കാറുണ്ട്. എല്ലാം ഒന്നും ചിലപ്പോൾ നമ്മൾ മറക്കാറില്ല. പക്ഷെ പലപ്പോഴും ദൈവം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇനി ഒരു പക്ഷെ മറന്നില്ലെങ്കിൽ പോലും അതിനെ വില കുറച്ച് കാണുന്നവരുണ്ട്. ദൈവം ചെയ്യുന്ന ഉപകാരത്തെ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കും. ദൈവം ചെയ്യുന്ന ഉപകാരത്തെ വില കുറച്ച് കാണുന്നവരും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, ദൈവം ചെയ്തു തന്നത് ദൈവം ചെയ്തു തന്നത് ഒന്നും മറക്കരുത്. എന്നോട് ചേർന്ന് രാമൻ പറഞ്ഞു. ഞാൻ ഇന്നലെ അല്പം വൈകിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് ഒരു ദൂത് സംസാരിച്ചു. ആ ദൂതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. മറക്കരുത്. എന്തോ മറക്കരുത്? ദൈവം ചെയ്തു തന്നത് മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്താണ് ചെയ്തു തന്നത് എന്നുള്ളതാണ് ചിന്താവിഷയം. വളരെ പ്രാർത്ഥനയോടെ 103-ാം സങ്കീർത്തനം 2-ാം വാക്യം ഒരാൾക്ക് ദൈവസന്നിധി വായിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തന്ന വചനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ ഹിതത്തെ വെളിപ്പെടുത്തി തരണം. മറഞ്ഞു കിടക്കുന്നതിനെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരണം. ഈ വചനം ജനത്തെ സ്പർശിക്കണം. അവരെ കർത്താവിന്റെ സന്നിധിയിൽ അടുപ്പിക്കും, ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, അല്ലെ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അല്ലെ? അവൻ ചെയ്ത ഉപകാരം ഒന്നും. ഒരാമൻ ചേർന്ന് പറയാമോ?
2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുതെന്നാണ് സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നത്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ സ്വഭാവത്തെ മറക്കരുത്. ആരുടെ? ദൈവത്തിന്റെ സ്വഭാവത്തെ മറക്കരുത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ വാഗ്ദത്തങ്ങളെ മറക്കരുത്. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വാഗ്ദാനങ്ങൾ, ഇതിനെ ഒന്നും എന്ത് ചെയ്യരുത്, മറക്കരുത്. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു, അവനെ സ്തുതിക്കാൻ മറക്കരുത്. അവനെ സ്തുതിക്കാൻ മറക്കരുത്. 4 തട്ടായിട്ടാണ് ഈ സങ്കീർത്തനത്തെ പഠിപ്പിക്കുന്നത്. ഈ ഒറ്റ സങ്കീർത്തനത്തിൽ തന്നെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 1, അവന്റെ ഉപകാരങ്ങളെ മറക്കരുത്. 2, അവന്റെ സ്വഭാവത്തെ മറക്കരുത്. 3, അവന്റെ വാഗ്ദാനങ്ങളെ മറക്കരുത്. 4, അവനെ സ്തുതിക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരത്തിനനുസരിച്ച് നമുക്ക് അവനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? പരിശോധിക്കട്ടെ. സ്വയം പരിശോധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കതിന് കഴിയുന്നുണ്ടോ? ഉണ്ടോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ദൈവം തന്ന വാഗ്ദാനങ്ങൾക്കനുസരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ചു തന്ന ആൻസർ, ഉത്തരം ഇല്ലാന്ന്. അതിൻ്റെ അകത്ത് ഒരു പൂർണ്ണത ഇന്ന് പകലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരി ലോവീറ്റ ഈ സൂമിലാണ്. അദ്ദേഹം UK-ലാണ്. അദ്ദേഹം 2 പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായി. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇനി ഡേറ്റ് എടുക്കാൻ വരട്ടെ. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്ത് നിന്നോട് പറയുന്നു അതനുസരിച്ച് നീ ചെയ്താൽ മതി. പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഏപ്രിൽ മാസം നിനക്കൊരു ഡേറ്റ് ദൈവം തരും, അത് നോക്കിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഏപ്രിൽ മാസം ഡേറ്റ് എടുക്കാൻ കർത്താവ് സഹായിച്ചു. ആ ഡേറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഏപ്രിൽ അല്പം തിരക്കുണ്ട്, എനിക്കത് പഠിച്ചെടുക്കാൻ കഴിയത്തില്ല, കാരണം എക്സാം ടഫാണ്, എനിക്ക് പഠിച്ചെടുക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ മെയ്യിലേക്ക് മാറ്റട്ടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മെയ്യിലേക്ക് മാറ്റാം, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മെയ്യിലേക്ക് മാറ്റിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു. എക്സാം പോയി എഴുതി, റിസൾട്ട് വന്നു, പാസ്സായി.
ഹല്ലേലൂയ. 2 പ്രാവശ്യം എഴുതി ഫെയിലായത്, 3-ാം പ്രാവശ്യം ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് എഴുതിയപ്പോൾ എന്റെ ദൈവത്തിന്റെ മഹത്വം അതിൻ്റെ അകത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ മാറും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ചിലരുടെ ഇരിപ്പ് കണ്ട ദൈവം ഒന്നും ചെയ്തിട്ടില്ലെന്ന മട്ടില്ല. എന്തെല്ലാം ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ധരിക്കുന്നു, മറക്കരുത്. Praise the Lord. ദൈവം നിനക്കു വേണ്ടി, നിന്റെ തലമുറയ്ക്കു വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി ചെയ്തു തന്നത് മറക്കരുത്. എന്നെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ. ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ, ചേർന്ന് പറ, ബോധ്യമുണ്ടോ? വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഉണ്ടാക്കിയവൻ അറിയാം എങ്ങനെ കീറണമെന്ന്, മെനഞ്ഞവൻ അറിയാം എങ്ങനെ പൊളിക്കണമെന്ന്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം ചെയ്തത് മറക്കാതെ ജീവിച്ചോണം. കഴിഞ്ഞ ബുധനാഴ്ചത്തെ മീറ്റിംഗിൽ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നു. ആ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു. ഈ കുഞ്ഞ് യേശുവിനെ സ്വന്തം ഇവിടത്തല്ല 50-ലോ 10-ലോ, ഇനി 10-ലോട്ട്. അവൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് അവൾ രക്ഷിക്കപ്പെടാനിടയായി. ഞാൻ സിസ്റ്ററെ ഇടയ്ക്ക് ചോദിച്ചു, ഓളന്തി എങ്ങനുണ്ട്? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നേരത്തതിൽ ഒത്തിരി മാറ്റം. പറഞ്ഞ മാറ്റമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ ഒത്തിരി ചേഞ്ചസ്. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ആ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. വളരെ പ്രാർത്ഥനയോടിരിക്കാം. അതിലൊരു ഒറ്റ വിഷയം ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ദൈവം ചെയ്ത ഉപകാരത്തെ മറക്കരുത്. ബാക്കി ഒന്നും എടുക്കുന്നില്ല. എന്താണ് ഉപകാരം എന്ന് പറയുന്നത്? ഉപകാരവും ഉണ്ട്, ഉപദ്രവവും ഉണ്ട്. ഉപദ്രവം അവിടെ നിൽക്കട്ടെ. എന്താ ഉപകാരം എന്ന് പറഞ്ഞ? സ്തോത്രം. എന്താ ഉപകാരം എന്ന്? സ്വാധീനമുള്ള എന്താ ഉപകാരം? ഹല്ലേലൂയ. നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം എത്രയുണ്ടെന്ന് എനിക്കറിയാം. എന്താ ഉപകാരം? നമുക്ക് എന്തേലും ചെയ്യുന്നതാണോ ഉപകാരം? ആണോ? അതിനെയാണോ ഉപകാരം എന്ന് പറയുന്നത്? അങ്ങനെ വേണേ പറയാം, പക്ഷെ അതൊരു പൂർണ്ണതയല്ല. ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ടി
അത് ചെയ്ത് തരുന്നതിനെയാണ് ഉപകാരം എന്ന് പറയുന്നത്. മനസ്സിലായവർക്കായി എനിക്കിപ്പോ 1000 രൂപ ആവശ്യം, എനിക്കൊരു 1000 രൂപ ആവശ്യം. ഞാൻ സനൂപിനോട് പറയാം, സനൂപെ എനിക്ക് ഇന്ന സമയത്തിനകത്ത് 1000 രൂപ വേണം. ഒരു 2 മണിക്കകത്ത് എനിക്ക് 1000 രൂപ വേണം. അപ്പൊ സനൂപ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു. 2 മണിയായിട്ട് ഇതിന്റെ കോളൊന്നും വന്നില്ല. ഒരു 3 മണിയായപ്പോ വിളിച്ചിട്ട് പറയാ, 1000 രൂപ റെഡി ആയി. പൈസ അവന്റെ കൈവശം എത്തിയെങ്കിലും പൈസ അവന്റെ കൈവശം എത്തിയെങ്കിലും എനിക്ക് ഉപകാരപ്പെട്ടോ? പൈസ കിട്ടി, പക്ഷെ എനിക്ക് ഉപകാരപ്പെട്ടോ? ഇല്ല. എനിക്കത് ഉപകാരപ്പെടേണ്ട സമയത്ത് കിട്ടണമായിരുന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇതിനെയാണ് ഉപകാരം ചെയ്യുക എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മുടെ ആവശ്യം, ആ സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതിനെയാണ് ഉപകാരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ഉപകാരങ്ങൾ ഉപദ്രവവും, അതാ ഞാൻ മുമ്പേ പറഞ്ഞു, 2 വാക്കിൽ. ചിലത് ഉപകാരം ചെയ്താ തുടങ്ങുന്നത്, അവസാനിക്കുന്ന എങ്ങനെയായിരിക്കും? നിങ്ങൾ ഉപദ്രവം ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, ഉപകാരം ചെയ്തിട്ടുള്ളൂ വാസ്തവ, ഞാൻ ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ ധൈര്യമായിട്ട് പറ. ഉപകാരം ചെയ്തു തുടങ്ങുന്ന പലതും അവസാനിക്കുന്ന എവിടെ? ഉപദ്രവത്തില്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തോടെ പറയാം, വേണ്ടുന്ന സമയത്ത് വേണ്ട പോലെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവാണെന്ന് വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ ചേർന്നൊരാമേൻ പറയും? സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു ദൈവദാസൻ പ്രസംഗിച്ച ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ ഇങ്ങനെ കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ആവശ്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ തരും, ഉണ്ടെങ്കിൽ നമുക്ക് തരും. ഹല്ലേലൂയ. എനിക്കൊരാവശ്യമുണ്ട്, ഞാൻ ചോദിച്ചു, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? തരും. പക്ഷെ നമ്മുടെ ദൈവം ഉണ്ടാക്കി തരുന്നവനാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറഞ്ഞത്, ഇല്ലാത്തതിനെ വേണ്ടുന്നില്ല. സ്തോത്രം. അത് ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ, ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ ഉപകാരം പ്രത്യക്ഷമായി വെളിപ്പെടുന്ന നിലയിൽ
പരിശുദ്ധയാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ കൈമാറിയ ദൈവത്തിന്റെ ശബ്ദം ഒന്നും തന്നെ മറച്ചു വെക്കാതെ ഇന്ന് പകൽ ഞാൻ ഉദ്ധരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് ദൈവത്തിനൊരു സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിനെ നിയോഗിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പിടിച്ചെടുക്കാൻ കഴിവുള്ള കരുത്തുള്ള ദൈവം നിന്റെ ജീവിതത്തിൽ ചില ഉപകാരങ്ങളെ നിനക്ക് വേണ്ടുന്ന നാഴികളിൽ വെളിപ്പെടുത്തി തരാൻ അവർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ ദൈവം ചിലത് പൂർത്തിയാക്കാൻ, ദൈവം ചിലത് ചെയ്തെടുക്കാൻ, കർത്താവേ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ആരുമില്ല, നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല, നിന്നോടല്ലാതെ ഇത് ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് ഹൃദയത്തിന്റെ ഉൾത്തളങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്ന നിന്നോട് ആത്മാവിടപെടുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തക്കവണ്ണം നിനക്ക് വേണ്ടി ചില ഉപകാരങ്ങൾ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ആ നിലയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുത്ത് ദൂതിനെ സ്വീകരിക്കേ, ഏറ്റെടുത്ത ദൂതിനെ സ്വീകരിക്കേ, ഏറ്റെടുത്ത ദൂതിനെ സ്വീകരിക്കേ. ചിലരുടെ ലൈഫിലേക്ക് ദൈവിക കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. Sudamana Riga Mana Sanda Raja, Sudamana Riga Mana Sanda Raja Riga Regana, Sudamana Riga Mana Sanda Raja Riga Kana, Riga Mana Sanda Raja Riga Mana Sanda Regane. Stotram. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, നിന്റെ ഒരു ഇടപെടി സംഭവിക്കണം, ഞങ്ങളെ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല, നിന്റെ സന്നിധിയിൽ അല്ലാതെ ഇത് ബോധിപ്പിച്ച് കരയാൻ എനിക്ക് മറ്റൊരിടമില്ല, നിന്നോടല്ലാതെ ഇത് പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ആ മനോഭാവത്തിൽ ഇരിക്കുന്ന ചില ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുന്നു, നിനക്കു വേണ്ടി ചില ഉപകാരങ്ങളെ അവൻ വെളിപ്പെടുത്തും. ആമേൻ, ആമേൻ. 2 ദിനവൃത്താന്തം 32:25 നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ച് കേട്ടോ. എന്നാൽ ഹിസ്കിയാവ് തനിക്ക്
ലഭിച്ച ഉപകാരത്തിന് അടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും കോപം ആരുടെ? ഉപകാരം ചെയ്ത ദൈവത്തിന്റെ കോപം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഉപകാരം പ്രാപിക്കുമ്പോൾ ഒരു വലിയ ചലഞ്ചും കൂടെ ഏറ്റെടുക്കും. കാരണം ദൈവം ചെയ്ത് തരുന്ന ഉപകാരത്തിനൊത്തവണ്ണം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. സ്തോത്രം. ഇന്ന് ചിലത് വെളിപ്പെട്ട് വരുമെന്നാണ്. അതുകൊണ്ടാണ് ബുദ്ധി ഉപദേശിക്കുന്നത്. കൊണ്ടാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് ചെന്ന് പറഞ്ഞൊരു ദൂതുണ്ട്. നിന്റെ ഗൃഹവിചാരങ്ങളെ നീ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കണം. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ മരണം. സ്തോത്രം. മരണം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്ന ഹിസ്കിയാവ് ചുവരിനോട് ചേർന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. പ്രവാചകൻ കല്ലിയ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ട് കടക്കുന്നതിന് മുമ്പ് തിരിച്ചു മടങ്ങി വന്നിട്ടൊരു ദൂത് പറഞ്ഞു. ദൈവം നിനക്കൊരു ഉപകാരം ചെയ്തിരിക്കുന്നു. എന്താ ഉപകാരം? നിന്റെ ആയുസ്സിനെ നീട്ടി. ഒരാമേൻ പറ. നിന്റെ ആയുസ്സിനെ നീട്ടി. ആത്മാവ് ഇന്നു പകൽ ആരോടൊക്കെയോ ഇടപെടുന്നു. നിന്റെ ആയുസ്സിനെ നീട്ടി. ദൈവം ചെയ്ത ഉപകാരമാണ്. പല സാഹചര്യങ്ങളിലുള്ള നിന്റെ പ്രാണനെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ വെളിപ്പെടുമ്പോൾ നിന്റെ ആയുസ്സിനെ ഒന്നോടെ തീർത്തി തന്നത് ദൈവത്തിന്റെ ഉപകാരമാണെന്ന് മറക്കാതെ ഇന്നത് ഓർക്ക് ദൈവത്തെ സ്മരിക്കാൻ കഴിയുമെങ്കിൽ അവരെ ഓർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇപ്പോഴും ഞാൻ എന്റെ ദൂതിലേക്ക് വന്നിട്ടില്ല. എന്താ സംഭവിച്ചേ? ദൈവം തന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തപ്പോൾ പഠനം പഠിപ്പിക്കുന്നു, അനവധി ധനം ഉണ്ടായി. അനവധി ധനമുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, വലിയ മാനം, ആയുധ പുരകൾ, സൈന്യ ബലം, അല്ലേ? ആടുമാടുകൾ, വളരെ പട്ടണങ്ങൾ. കണ്ടോ? കർത്താവ് ചെയ്തു തുടങ്ങിയാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ ഹിസ്കിയാവിന് വന്നുപോയ തെറ്റെന്താ? നമ്മൾ വായിച്ച വാക്യം എന്താ? അടുത്ത വണ്ണം. ഏതാ? ഉപകാരത്തിന് അടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്തോ വന്നു? നിഗളം വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ചെയ്ത ഉപകാരത്തിനനുസരിച്ച് അവൻ ദൈവത്തിന് മഹത്വം, സ്തുതി, സ്തോത്രം കൊടുത്തില്ല. സ്തോത്രം. ഈ വചനം കേട്ടെങ്കിലും മടങ്ങി വാ. നീ നോക്കുമ്പോ നിനക്ക് നല്ലൊരു ജോലി കിട്ടി കാണത്തില്ല. നീ നോക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച പല വിഷയത്തിനും മറുപടി കിട്ടി കാണത്തില്ല.
പക്ഷെ നിന്റെ ആയുസ്സിനെ നിർത്തിയത്, നിനക്കൊരു ദിവസം കൂടെ തന്നത് ദൈവമാണെന്ന് മറക്കരുത്. സ്തോത്രം, സ്തോത്രം. പക്ഷെ നമ്മുടെ ഭാവം ഒന്നും അങ്ങനല്ല. നമ്മുടെ എന്താണ്ടോ മിടുക്കൊണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏലപ്പാറയ്ക്ക് മീറ്റിങ്ങിന് പോയപ്പോ ഒരു കാർ ആക്സിഡന്റ് ആയി കിടന്നു. ആ കാറിന്റെ ഫ്രണ്ട് ഇല്ല, മൊത്തം എന്ത് ചെയ്യാം, പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോകുന്ന വഴിയിൽ അനർത്ഥമില്ലേ? ദൈവം ഉപകാരം ചെയ്തയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കേണ്ട പോലെ ദൈവത്തെ എന്ത് ചെയ്തില്ല? സ്തുതിച്ചില്ല. സൽഹേരിബിന്റെ മുൻപിൽ കീഴടങ്ങി. അടുത്ത പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ചാരന്മാരെ തിരിച്ചറിയുന്നതിൽ പരാജയം. ഇത് വലിയൊരു ഘടകം കേട്ടോ, ഇത് വലിയൊരു ഘടകമാണ്. ചാരന്മാരെ, ഏറ്റവും ചാരന്മാരുള്ള വിശ്വാസത്തിൽ പെന്തക്കോസ്തിനകത്ത് ഏറ്റവും കൂടുതൽ ചാരം. സ്തോത്രം. ഇവിടെ പറയുന്നത് അവിടെ എത്തിക്കാൻ ഇതുപോലെ കഴിവുള്ള ആൾക്കാർ. നമ്മൾ ഒരുപാട് പ്രാപിച്ചതിന്റെ കുഴപ്പമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവാസന്റെ മെസ്സേജ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം എന്നോട് ഒരാള് എന്തെങ്കിലും പറഞ്ഞതിരിക്കട്ടെ, എനിക്ക് വിഷമമാകുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞതിരിക്കും, അതിന്റെ മറുപടി ചിലപ്പോ എന്നോട് എത്തിയിട്ടില്ല, പറയത്തില്ല. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ? കർത്താവിനെ ഓർത്ത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഞാനൊന്നും എന്ത് ചെയ്തില്ല, മിണ്ടിയില്ല. എന്താണെന്ന് അറിയത്തില്ല, ദൈവം എന്നെ അങ്ങ് സൈലന്റ്. ഇതാരോടാ പറയുന്നത്? അടുത്തൊരാളോടാ ഇത് പറയുന്നത്. അടുത്തൊരാളോടാ ഇത് പറയുന്നു. അതിനുശേഷം അടുത്ത ആളോട് ഇത് പറയും. കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ ദൈവത്തെ ഓർത്തൊന്നും. ഒരു 10-90 ദിവസം കഴിയുമ്പോ എല്ലാരും എന്ത് ചെയ്യും? ഈ സംഭവം അറിയും. ഇതിലും നല്ലത് അവരോട് 4 എണ്ണം നേരിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലായി? ക്രിസ്തീയ ജീവിതത്തിൽ ചാരന്മാരുണ്ട്. സ്തോത്രം. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ പറയാം, സൂക്ഷിച്ചു നിൽക്കണം, സൂക്ഷിച്ചു നിൽക്കണം. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിന്റെ വിശ്വാസ ജീവിതത്തെ ത്യജിച്ച് കളയാതിരിക്കണമെങ്കിൽ
നിന്റെ വിശ്വാസ ജീവിതത്തെ പവിത്രമായി സൂക്ഷിക്കണമെങ്കിൽ ചിലതിനെ വിവേചിക്കണം. സ്തോത്രം. എത്ര പേര് ഈ കൃപയ്ക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്ന് ഈ കൃപയുടെ കൈമാറ്റം നടക്കുമെന്ന് പരിശുദ്ധയാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഒന്നാത്മാവിൽ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തെ ഇല്ലാതാക്കി കളയാൻ, നിന്റെ അകത്തെ പ്രത്യാശ ഇല്ലാതാക്കി കളയാൻ, ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് നിനക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവവുമായിട്ടും നിന്നെ അകറ്റാൻ ശ്രമിക്കുന്ന ചില കുതന്ത്രങ്ങളെ, ചില ചാരന്മാരെ ആത്മാവിൽ കണ്ട് അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കത്തക്കവണ്ണം ഒരു വിവേചന ആത്മാവിനെ ഇന്ന് പകൽ എന്റെ മേൽ അധികാരപ്പെടുത്തണമെന്ന് മനസ്സുള്ള ആരുണ്ടോ അവരുടെ മേൽ ഈ കൃപയുടെ കൈമാറ്റം ഇന്ന് പകൽ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച അല്പസമയം. ഇന്ന് പകൽ ഒരു ദൈവകൃപ വ്യാപരിക്കപ്പെട്ടകത്ത് വിശ്വാസ ജീവിതത്തെ ത്യജിച്ചു കളയത്തക്കവണ്ണം അല്ലേ ചില ചാരപ്പണികളുമായി നിൽക്കുന്നതിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, അല്ലേലും നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കാൻ ഇന്ന് പകൽക്കാലം എന്റെ മേൽ വിവേചനത്തിന്റെ ആത്മാവിന്റെ ഒരധികാരത്തിന്റെ പകർച്ച ഞാൻ കൊതിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ പകർച്ചയുടെ അധികാരത്തിന്റെ കൈമാറ്റം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഞങ്ങളത് സ്വീകരിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു. ആത്മാവിൽ പ്രാപിക്കാൻ മനസ്സുള്ളവർ എനിക്കത് വേണം, എനിക്കത് പ്രാപിക്കണം, എനിക്കത് പ്രാപിക്കണമെന്ന് വാഞ്ചയുള്ളവർ ഹൃദയങ്ങളെ വിവേചിക്കുന്ന അധികാരത്തിന്റെ കൈമാറ്റത്തെ ഞങ്ങൾ ഇന്നവകൾ പരിശുദ്ധന്മാരെ സ്വീകരിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവാണ് നമ്മളുടെ റോൾ മോഡലെങ്കിൽ, യേശുക്രിസ്തുവിനെയാണ് നമ്മൾ പിൻഗമിക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള ശവക്കല്ലറയ്ക്ക് തുല്യമാ. എന്നെ ആ ദൂത് കേൾക്കുമ്പോ പേടിക്കും. നിങ്ങൾ വെള്ള ശവക്കല്ലറയ്ക്ക് തുല്യം. പുറമേയുള്ള പുട്ടിയല്ലാതെ നിന്റെ അകത്തു മൊത്തം നാറ്റമാ. നമ്മളെ പോലെ തന്നെ മനുഷ്യനായി ജീവിച്ചവനല്ലേ ക്രിസ്തു. പക്ഷെ കർത്താവിന് ഒരു ഗുണം ഉണ്ടായിരുന്നു. മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുകയും ചേർത്ത് നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്തുകയും ചെയ്തു.
ഇത് ചെയ്യണമെങ്കിൽ വിവേചിക്കാൻ ഒരു കൃപ വേണം. സ്തോത്രം. എന്നോട് പരിശുദ്ധയാത്മാവ് ഇടപെടുന്നു. ചിലരുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ആയുധമാക്കിയ ചില ചാരന്മാര് ആത്മാവ് കണ്ട് പൊളിക്കാൻ ഇന്നലെ വിവേചനത്തിന്റെ ഒരധികാര പകർച്ച ഇതിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അലസരായി ഇരിക്കാതെ, മടിപിടിച്ചിരിക്കാതെ, ക്ഷീണിച്ചിരിക്കാതെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നു. Yes. ഇന്ന് പകല കൃപ ഇതിനകത്ത് ചലിക്കട്ടെ. ആ കൃപ ഇതിനകത്ത് ചലിക്കട്ടെ. ആ കൃപ ഇതിനകത്ത് ചലിക്കട്ടെ. ആ കൃപ ഇതിനകത്ത് ചലിക്കട്ടെ. പരിശുദ്ധമായി നിങ്ങൾ സ്വീകരിക്കുന്നു. ചിലതിനെ വിവേചിക്കാൻ നിന്റെ അകത്തന്നെ കുറക്കുകയാണ്. ചിലതിനെ വിവേചിക്കാൻ നിന്റെ അകത്തന്നെ കുറക്കുന്നു. നിന്റെ അകത്തന്നെ കുറക്കുന്നു. നിന്റെ അകത്തന്നെ കുറക്കുന്നു. ചില ചാരന്മാരുമായിട്ട് ദൈവം പുറത്താതെ ചില ചാരന്മാരുമായിട്ട് വിട്ടു നിൽക്കത്തവന് ഒരു വിവേചനത്തിന്റെ ആത്മാവിനെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വേണം പ്രാപിക്കാൻ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല കൃപ വീഴണം ഇതിനകത്ത്. വേറൊന്നും പ്രാപിച്ചില്ലേലും സാരമില്ല, ഇത് ഇന്ന് പകൽ നേടിയെടുക്കണം. ഇവിടെ വരുന്ന വിശ്വാസ ജനം റെഗുലറായിട്ട് ഇവിടെ മീറ്റിങ്ങിന് വരുന്നവരുണ്ട്, കിട്ടുന്ന അവസരങ്ങളിൽ വരുന്നവരുണ്ട്. സ്തോത്രം. സൂമിലുള്ളവരുണ്ട്. ഞാൻ ഒരു കാര്യം ആത്മനിയോഗത്തോടെ പറയാം. ഇവിടെ വരുന്ന ദൈവമക്കൾ, സൂമിൽ ജോയിൻ ചെയ്യുന്ന ദൈവമക്കൾ, നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവർക്കും പിടിക്കണമെന്നില്ല. സ്തോത്രം. ചിലരൊക്കെ ഇഷ്ടപ്പെട്ടല്ല വന്നത് ആത്മാവിൽ ഞാൻ കണ്ടതാ. പിന്നെ അങ്ങ് വന്നു കയറി എത്ര. സ്തോത്രം. സ്തോത്രം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയാ, നിങ്ങൾ ചതിക്കപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ ഉപദേശിക്കുന്ന ഞാനും ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും പ്രാപിച്ചില്ലേലും സാരമില്ല. ഹിസ്കിയാവിന്റെ പരാജയങ്ങളിൽ ഒന്ന് സ്തുതിച്ചില്ല, ഉപകാരത്തിനനുസരിച്ച്. പക്ഷെ മറ്റൊരു പരാജയം നിങ്ങൾ കേട്ടോ? ചാരന്മാരെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. സ്തോത്രം. 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 പ്രാർത്ഥിക്കുന്നവനെതിരെയായിരിക്കും ഏറ്റവും കൂടുതൽ ചാരന്മാർ. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പുറത്തു കൊടുത്താൽ കൊടുക്കുന്നവനെ തമ്പുരാൻ തൊടും. എഴുതി വെച്ചോ, ദൈവം തൊടും. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന നല്ല നിലയിൽ നല്ലത് പറഞ്ഞു, പ്രശ്നമില്ല.
അതല്ലാതെ സ്തോത്രം വിവാദ ശബ്ദനെ തമ്പുരാൻ തോറും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറയാം, വിവേചനവരം പ്രാപിച്ചോളാം. കാരണം ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചാരന്മാരുണ്ട്. ഈ പല ഉപകാരങ്ങളും നഷ്ടപ്പെടുന്ന എന്നാന്നറിയോ? ചെയ്ത ഉപകാരത്തിന് കൊടുക്കേണ്ട നന്ദി ദൈവത്തിന് കൊടുക്കേണ്ട പോലെ കൊടുക്കാതെ വന്നപ്പോൾ അടുത്ത ദൈവം ഒരുക്കി വെച്ച ഉപകാരം വെളിപ്പെടുത്തി. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായോ? ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് കൊടുക്കേണ്ട നന്ദി ഇന്നലകളിൽ നീ കൊടുത്തിട്ടില്ല. പരിണിത ഫലം ദൈവം ഒരുക്കി വെച്ച പല ഉപകാരങ്ങളും ഇന്നും മറയപ്പെട്ട് കിടക്കും. ബുദ്ധിമുട്ട് മാറിയോ? നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോ ഒന്ന് നിവർത്തിക്കും. പ്രശ്നം ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യും. പിതാവേ, ഇന്നലകളിൽ ചെയ്തതിന് വേണ്ടുന്ന പോലെ നന്ദി കരയറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. ഞാൻ എന്റെ ദൂതിലേക്ക് വരാം. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം? വേഗത്തിൽ ധ്യാനിക്കാം. അതിനുശേഷം നമുക്ക് അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്താ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം? 3-ാം വാക്യം ഒന്ന് വായിച്ചു. ഇനിയാണ് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത്. ആ മതി മതി. 1, അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തിൽ ഏറ്റവും വലിയ ഉപകാരമാണ് നമ്മുടെ പാപത്തെ അവൻ ക്ഷമിച്ചു. ഒരാമേൻ പറ. നമ്മുടെ പാപത്തെ അവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. പാപത്തിന് പറയുന്നൊരു വേർഡുണ്ട്, ഇനിക്വീറ്റ്സ് എന്ന് പറയും. ഇനിക്വീറ്റ്സ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ, അനീതിയായ, അന്യായം പ്രവർത്തിക്കുന്ന എന്നൊക്കെയാ വാക്കിന്റെ അർത്ഥം. ഹലോ, തിന്മ നിറഞ്ഞ, അനീതിയായ, അന്യായമായ, കണ്ടോ, നമ്മൾ എങ്ങനെയുള്ളവരാണെന്നുള്ള വെളിപ്പെടുത്തലാണ്. ഇതിനെയാണ് യേശു ക്രിസ്തു ക്ഷമിച്ചത്. കണ്ടോ, എന്തോ വലിയ ഉപകാരമാണ് നമ്മളോട് ചെയ്തത്. അല്ലേ? അല്ലേ? പാപം എന്നാൽ എന്താ? ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താ പാപം? ചിലരുടെ ചിന്ത പാപം എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നു, മദ്യപിക്കുന്നത്, ലഹരി എടുക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, ആഭിചാരം ചെയ്യുന്നത്,
ഇതിനൊക്കെയാണ് പാപത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ എന്താ പെടുത്തിയിരിക്കുന്നത്? ബൈബിൾ എന്താ? അത് വായിച്ചല്ലേ അറിയത്തില്ല. എന്താണ്ടൊക്കെ പറയുന്നു. അൻസറിനൊക്കെ ശരി. ആ അതാണ് അതിന്റെ ഡെഫിനിഷൻ. സ്തോത്രം. ദൈവം നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പാപം. ദൈവം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ പാപം. എത്ര പേർക്ക് മനസ്സിലായി? ഇനിയും ഒന്ന് ഉള്ളിലോട്ട് നോക്കിക്കോ. ആരും പെടല് തിരിക്കണം. നിങ്ങളുടെ ആ നോട്ടമാണ് നിങ്ങളെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ. നിങ്ങളുടെ ആ നോട്ടമാണ് നിങ്ങളെ മാനസാന്തരത്തിൽ കൊണ്ടുവരാത്ത. കാരണം നമ്മുടെ നോട്ടം എങ്ങോട്ടാ? എന്തോ കുഴപ്പം വരണം. എടാ, നീ നിന്റെ അടുത്തിരിക്കുന്നവനെ നോക്കാതെ നിന്നെ നോക്ക്. നിന്റെ ഉള്ളിലോട്ട് നോക്ക്. നിന്റെ അകത്തോട്ട് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാകും പാവം എന്താ. സ്തോത്രം. സ്വന്തം സഹോദരനെ മൂഢ എന്നൊന്ന് വിളിച്ചേ. സ്വർഗരാജ്യത്തിന്റെ അയൽവക്കത്ത് നീക്കുന്നത് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ക്രിസ്തു പറഞ്ഞതാ. ഹല്ലേലൂയ. ഇങ്ങനൊന്നും പ്രസംഗിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇങ്ങനൊക്കെ അങ്ങ് ആയി പോവാ. ഹല്ലേലൂയ. സ്തോത്രം. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ചെയ്യാതിരിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം, എന്ന് വെച്ചാൽ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തോണം? കോംപ്രമൈസ് ചെയ്തോണം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലല്ലേ നമ്മൾ ഇരിക്കുന്ന. കൊന്നാലും ചത്താലും ഇത് ഞാൻ പറയുന്ന വാക്കല്ല, നിന്റെ വായിന്ന് വീണത് ആത്മാവ് എന്നോട് പറയിപ്പിക്കുന്നതാ. കൊന്നാലും ചത്താലും ഞാൻ മറക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പൊള്ളുന്നത്. സ്തോത്രം. നിങ്ങൾ എഫെസ്യർ 2:11 വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചു തരും. നമ്മളെ വിളിച്ചൊരു പേരുണ്ട്. ആ ആ ആ എങ്ങനെ? നമ്മളെ വിളിച്ച പേരെന്താ? സ്തോത്രം. എന്താ ചർമ്മക്കാരെന്ന് പറഞ്ഞാൽ? ദൈവീക ജീവിതത്തിൽ നിന്ന് അകന്നവർ, ഹൃദയ കാഠിന്യത്തിൽ ജീവിച്ചവർ, പഴയ അനുഭവങ്ങളിൽ തഴമ്പിച്ചവർ, അശുദ്ധിയുള്ളവർ, അത്യാഗ്രഹികൾ, അഗ്രചർമ്മക്കാർ. കൃപ കണ്ടോ?
ദൈവിക ജീവിതത്തിൽ നിന്ന് അകന്നവർ, സ്തോത്രം, ഹൃദയ കാഠിന്യത്തിൽ ജീവിച്ചവർ, പഴയ അനുഭവങ്ങളിൽ തഴമ്പിച്ചവർ. ഈ തഴം എങ്ങനെ വരുന്നു? ഒറ്റ ദിവസം കൊണ്ട് വരുന്നതാണോ? പല പ്രാവശ്യം. ഇപ്പോ നമ്മള് സൈക്കിൾ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ റെഗുലറായി സൈക്കിൾ ഓടിച്ചാൽ നമ്മുടെ കൈയുടെ അവിടെ എന്ത് വരും? ചെറിയതായിട്ട് തഴമ്പ്. നമ്മൾ ഇതേ ഈ ഹാൻഡിലെ പിടിക്കുന്നതാണ്. അത് ഒരു പ്രാവശ്യം ഓടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, അത് കണ്ടിന്യൂ ഓടിക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, വരുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പഴയ അനുഭവങ്ങളിൽ തഴമ്പിച്ചവർ. ഈ കൂട്ടത്തെ വിളിച്ച പേരാ അഗ്രചർമ്മികൾ. അഗ്രചർമ്മ. അതിൻ്റെ അകത്ത് നിന്ന് ദൈവം ചെയ്ത ഉപകാരം നിന്റെയും എന്റെയും പാപത്തെ അവൻ ക്ഷമിച്ചു. ഒരാമേൻ പറയാമെങ്കിൽ പിതാവായ ദൈവം ചെയ്ത ഉപകാരം സ്വപുത്രനെ താണലോകത്തെ കയച്ചിട്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ തകർത്തു. രാമൻ പറഞ്ഞു. രാമൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ടൊന്നും ഒരു ഫീൽ ഏതാണ്ട് കുരിശിന്റെ ഒക്കെ മുമ്പിൽ പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് തിരുവത്താഴം ഉണ്ടെങ്കിൽ കേൾക്കാൻ സുഖം. അപ്പോ ചുവന്ന വീഞ്ഞുണ്ട്. അന്ന് പ്രസംഗിച്ച് ഈ സാധനം എത്തി. എടാ, ഇത് അന്ന് പ്രസംഗിക്കാൻ മാത്രമുള്ള സംഗതിയല്ല, ദൈനംദിന ജീവിതത്തിൽ അയവിറക്കുന്നതാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം. കർത്തൃമേശയ്ക്ക് കാണിക്കുന്ന പ്രകസനത്തിൽ ഒതുങ്ങുന്നതല്ല ദൈവം ചെയ്ത ഉപകാരം. ഈ കർത്തൃമേശ എടുത്തതിന് ശേഷം അല്ലെ അടുത്ത ആഴ്ച ഉദ്യോഗം വെച്ച് കസാര കൊണ്ട് അടിക്കാൻ പോകും. അപ്പൊ എവിടെ പോയി ഈ ധ്യാനം? എന്നെ പേടിപ്പിച്ചു നോക്കിയേ ഞാൻ വിചാരിക്കും നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നു. അതുകൊണ്ട് സന്തോഷത്തോടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ ഈ താണലോകത്തേക്ക് പിതാവ് തന്റെ സുപുത്രനെ അയച്ചപ്പോൾ നിങ്ങൾക്ക് പറയാൻ, അല്ലെ നിങ്ങൾക്ക് ജനിച്ച് വീഴാൻ ഒരു സ്ഥലമെങ്കിലും ഇല്ലായിരുന്നു. എവിടാ ജനിച്ചേ? ഗോത്രം മെഡിക്കൽ കോളേജ്. ഇനി ഹോസ്പിറ്റൽ പറയാനില്ലെങ്കിൽ ഒരിടമെങ്കിലും ഇല്ലേ? ഇതുപോലും ഇല്ലാതെ ഒരുവൻ ഇവിടെ പിറന്നു വീണിട്ടുണ്ട്. പിതാവ് ചെയ്ത ഉപകാരം മറക്കരുത്. എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു, അത് മറന്നുള്ള ജീവിതത്തിൽ നിന്ന് ഇന്ന് പകൽ മാനസാന്തരപ്പെട്ടും മടങ്ങുക.
ഞാൻ ഇത് പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിൽ ഒരു പാട്ട് ഇങ്ങനെ വന്നു. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. അറിയത്തില്ലേ? അയ്യോ, അതങ്ങനെ നമ്മള് പുരയ്ക്കക ഞാൻ പോരാത്തവന ഇത് കാണാതെ പഠിച്ചോണ്ടിരിക്കുകയല്ല. കർത്താവേ നിൻ രൂപം ഏറി എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ബാക്കി. ഹല്ലേലൂയ. വഴിയമ്പലം, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയെ പോലലഞ്ഞവൻ. എന്തിനാ ഈ നിന്ന ഏറ്റെടുത്തത്? ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റെ പാപത്തെ ക്ഷമിച്ചു. നന്ദിയുള്ളവരും മാത്രം സ്വതന്ത്രം ചെയ്യട്ടെ. നിന്റെ പാപത്തെ ക്ഷമിച്ചു. അഗ്ര ചർമ്മക്കാരെന്ന ലിസ്റ്റിൽ നിന്ന് എന്റെയും നിന്റെയും പേരിനെ വെട്ടാൻ കാരണം നമ്മുടെ പാപത്തെ ക്ഷമിക്കത്തക്കവണ്ണം ദൈവം ചെയ്ത ഉപകാരം എനിക്ക് വേണ്ടിയാണ്. അവൻ ജന്മസ്ഥലമില്ലാതെ വഴിയമ്പലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി ഈ ഭൂമിയിൽ പിറന്നത്. എനിക്ക് വേണ്ടിയാണ് അവൻ കഷ്ടം കഴിച്ചത്. മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അവൻ ചെയ്ത ഉപകാരം നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്തു? സ്തോത്രം. ഞാനതാ പറഞ്ഞ, അഹങ്കരിക്കരുത്. അഗ്ര ചർമ്മക്കാരെന്ന ലിസ്റ്റിൽപ്പെട്ട എന്നെയും നിന്നെയും ഒരാമൻ ചേർന്ന് പറ. അഗ്ര ചർമ്മക്കാരെന്ന ലിസ്റ്റിൽപ്പെട്ട എന്നെയും നിന്നെയും മക്കളെന്ന ലിസ്റ്റിൽ കയറ്റിയത്, സഭയെന്ന ലിസ്റ്റിൽ കയറ്റിയത് എന്റെയും നിന്റെയും കഴിവല്ല, പിതാവ് ചെയ്ത ഉപകാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ ആ ചിന്തിച്ച കാര്യം തന്നെ ഞാനൊരു പ്രസംഗം പോലെ കേട്ടു. എല്ലാ ദൈവങ്ങൾക്കും ഭക്തന്മാരെ ആവശ്യം. എല്ലാ ദൈവങ്ങൾക്കും ഭക്തന്മാരെ ആവശ്യം. ഭക്തന്മാരും ഭക്തമതിയും ആവശ്യം. സ്തോത്രം, സ്തോത്രം. പക്ഷെ യേശുവിന് ആവശ്യം ഭക്തരെയല്ല, യേശുവിന് ആവശ്യം മക്കളെയാണ്. ഒരാമൻ എത്ര പേര് പറയും? പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നത് ഒരപ്പനും മകനും എന്ന ബന്ധത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്തോ വലിയ ഉപകാരമാണ് ചെയ്തത്. എന്നിട്ട് ഇരുമ്പ് കണ്ടില്ലേ?
എന്തോ വലിയ ഉപകാരമാണ് ചെയ്തത്. നിങ്ങൾക്ക് കെട്ടുപൊട്ടുന്നതിൽ ആവേശമെങ്കിൽ എനിക്കിതൊക്കെ പ്രസംഗിക്കുമ്പോഴാവും. എന്തോ ഉപകാരമാണ് ദൈവം ചെയ്തേ. ഇവരുള്ള ദൈവങ്ങൾക്ക് ഭക്തരെ ആവശ്യം, ഭക്തമതികളെ ആവശ്യം. പക്ഷെ നമ്മുടെ കർത്താവിനൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കർത്താവിന് ആവശ്യം മക്കളെ. അവൻ നമ്മളെ മക്കളാക്കി പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. ചെയ്ത ഉപകാരം പാപത്തിൽ കിടന്ന അഗ്രചർമ്മക്കാരായ നമ്മളെ അവൻ ഉപകാരം ചെയ്തു. പാപത്തിൽ നിന്ന് നമ്മുടെ സകല അകത്തിനെയും മോചിച്ചു. സകല രണ്ടാമതെന്താ മോളെ വായിച്ച്? നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. പുറപ്പാട് 15:26. ദൈവത്തിന്റെ വാക്ക് കേട്ട് പ്രസാദമുള്ളത് ചെയ്ത് കൽപ്പനകൾ അനുസരിച്ചാൽ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രൈമ്യർക്ക് വേണ്ടിയ വ്യാധി ഒന്നും. അടുത്ത വാക്യം അവൻ ഉച്ചത്തിൽ വായിക്കും. ഈ വചനം ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് ചില ഹീലിംഗ് നടക്കണം ഇവിടെ. ദൈവ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ പുറമേ മാത്രമല്ല, നിന്റെ ഉള്ളിലെ മുറിവിനെയും സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അവിടെ വായിച്ച കണ്ടോ? ദൈവത്തിന്റെ വാക്ക് കേട്ട് പ്രസാദമുള്ളത് ചെയ്ത്. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ വാക്ക് കേൾക്കണം. രോഗസൗഖ്യം പ്രാപിക്കാൻ, ശാരീരിക മാനസിക വിടുതൽ പ്രാപിക്കാനുള്ള നിർദ്ദേശമാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വാക്ക് കേൾക്കണം. രണ്ട്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. പ്രസാദമുള്ളത് ചെയ്യണം. മൂന്ന്, തന്റെ സകല കൽപ്പനകളും അനുസരിക്കണം. നാല്, തന്റെ വിധികളെല്ലാം എന്ത് ചെയ്യണം? പ്രമാണിക്കണം. നാല് കാര്യം. നിങ്ങൾ സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്റെ നാവിൽ നിന്ന്, മറ്റൊരിടത്ത് എന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ന്യായപ്രമാണം എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ചില മാനസാന്തരം. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ചില ഹൃദയങ്ങളിലെ മാറ്റം. സ്തോത്രം. ഞാൻ വേഗത്തിൽ നിർത്താം. നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമാക്കുന്നവനാണ് യഹോവ. യേശു പറഞ്ഞു, എന്റെ പക്കൽ എന്തുണ്ട്? രോഗ സൗഖ്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഹീലിംഗ് പവർ. സ്തോത്രം. ഇന്ന് നടക്കും ഇതിനകത്ത്. ദൈവം ചെയ്യും ഇതിനകത്ത്. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഏലപ്പാറ മീറ്റിങ്ങിന് പോയപ്പോ അവിടെ ഏക്കർ കണക്ക് സ്ഥലമുണ്ടാവും. ആ ഓണർ ഒരു വർഷം മേളിലായിട്ട് ആ ഓണർ ഇവരുമായിട്ടൊരു ബന്ധമില്ല.
വരത്തില്ല, സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല. ഇവരോട് എന്തോ വൈരാഗ്യം. ഈ ഒരു മാനസികാവസ്ഥയിൽ അവർക്കവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് വിഷയത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു, തിരിച്ചു പോകുന്നു. ഇന്ന് എനിക്ക് പകലും മെസ്സേജ് ഇട്ടു, പക്ഷേ 1 വർഷത്തിന് ശേഷം ആ ഓണർ ഞങ്ങളെ കാണാൻ വന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്നു, ഫുഡ് കഴിച്ചു, സന്തോഷത്തോടെ പോയി. ഞാനൊരു വെളിപ്പാട് പറഞ്ഞു, ഈ ഏക്കറിന്റെ അകത്തുനിന്ന് ഒരു ശക്തി ഇളകി മാറി പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നെന്ന് പറഞ്ഞു. അതിനെ ആത്മനിയോഗത്തോടെ ശാസിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ആ പൈശാചിക മണ്ഡലം കെട്ടുപിടിച്ച് പുറത്തു പോയപ്പോൾ ദൈവത്തിന്റെ കാര്യം കഴിഞ്ഞു. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പ്രാർത്ഥിച്ചു. ഇന്ന് ചില ഹീലിംഗ് നടക്കും. ഞാൻ 1-2 സൗഖ്യത്തെ കുറിച്ച് വേഗത്തിൽ പറയാം. അല്ലെങ്കിൽ സങ്കീർത്തനം 41:3 പെട്ടെന്ന് വായിച്ചു. ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് ആരാധിക്കാൻ. സങ്കീർത്തനം 41:3. ആ രോഗശയ്യയിൽ ഇന്ന് രോഗശയ്യയായി അനുഭവിക്കുന്ന ചില അനുഭവങ്ങളെ എന്റെ ദൈവം അല്ലെങ്കിൽ സൗഖ്യമാക്കും കേട്ടോ. ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ ഉപകാരം പാപത്തെ ക്ഷമിച്ചു, രണ്ടാമത്തെ ഉപകാരം അവൻ സൗഖ്യം വരുത്തി. രോഗത്തിന്റെ ശയ്യ, ഹല്ലേലൂയ, ദുർബലമായ, ശോഷിക്കുന്ന, തളരുക, ഉന്മേഷമില്ലായ്മ, മന്ദതയുള്ള ഉള്ളവരുണ്ട്. പ്രാർത്ഥിച്ചോണ്ടിരുന്നോണം. അങ്ങനെ ഉള്ളവരുണ്ട്, പ്രാർത്ഥിച്ചോണ്ടിരുന്നോണം. ഇന്ന് പകൽ നടക്കുകയാണ്. ദുർബലമായ ശരീരം, ശോഷിക്കുന്ന ശരീരം, തളരുന്ന, മന്ദതയിടുന്ന, ഒരു ഉന്മേഷമില്ലാത്ത, ഇന്ന് തമ്പുരാൻ ആ കെട്ടും പൊട്ടിക്കുന്നതിനകത്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. നമുക്ക് വായിച്ചു വിടാം, പിന്നെ ഞാൻ ദൂത് പറയാം. 147:3 മനം തകർന്നവരെ എന്ത് ചെയ്തു? അവൻ സൗഖ്യമാക്കി. രണ്ടാമത്തെ ദൂത്, മനസ്സ് തകർന്നവരും വന്നിട്ടുണ്ടോ? ഇന്ന് യേശുവിനെ വിളിക്കും. 41:8 സങ്കീർത്തനം 41:8. ഒരു ദുർവ്യാധി അവന് പിടിച്ചു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. ഇന്ന് കേട്ട അഴിവിടെ, ഇന്നത് അഴിവിടെ. 56:13 വായിച്ചു. 56:13. ആ, ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇന്ന് ചില മരണകരമായ വിഷയത്തിന് സൗഖ്യമുണ്ടാവും. ഞാൻ വിശദീകരിക്കാത്തത് സമയം പോകുന്നുണ്ട്. ദൂത് പറഞ്ഞു വിടുക. ഇനി നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് ജയം പ്രാപിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ചില രോഗശയ്യ മാറണം, മാറണം, മാറണം. ദൈവത്തിൽ നമ്മൾ ആരാധിക്കുന്ന യേശുവിന്റെ പക്കൽ രോഗസൗഖ്യമുണ്ടെങ്കിൽ അത് പ്രാപിക്കേണ്ട അവകാശം നമ്മൾക്കുണ്ട്. കാരണം അപ്പോ പിതാവേ എന്ന് വിളിക്കപ്പെട്ടവന്ന് വിദ്വേഷത്തിന്റെ ആത്മാവാണ് നമ്മൾ അകത്ത് വന്നെങ്കിൽ നിന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന, നിന്റെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ചില പൈശാചിക കൊത്തുകൾ, ചില പൈശാചിക ബന്ധനങ്ങൾ, ചില പൈശാചിക വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്തുനിന്ന് അഴിഞ്ഞ് തുടങ്ങട്ടെ. മനം തകർന്നിരിക്കുന്നവരെ
അവൻ ചെയ്യുന്ന ഉപകാരം സൗഖ്യമാകും. ആരെയും മനസ്സ് തകർന്നു വന്നിട്ടുണ്ടോ? പുറമെ ചിരിക്കുന്നെങ്കിലും ഉള്ളു കലങ്ങിയാറിലിരിപ്പുണ്ടോ? ആത്മാവ് ഇടപെടുന്നു നിന്റെ മനസ്സിനെ. ഇന്നവൻ സൗഖ്യമാക്കും. നിന്റെ മനസ്സിന്റെ മുറിവിനെ അവൻ കെട്ടും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ അത് എന്നോടുള്ള ദൂരാണെന്ന് ഉറപ്പുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കൃപ കൃപ കൃപ. നിന്റെ പ്രാണനെ അവൻ വീണ്ടെടുക്കും. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? നിന്റെ പ്രാണനെ അവൻ വീണ്ടെടുക്കും. ദൈവാത്മാവ് ഇടപെട്ട മറ്റൊരു ദൂത് കേട്ടോ. ഒരു ദുർവ്യാധി അവന് പിടിച്ചു. അവൻ കിടപ്പിലായി. ഇനി ഒരിക്കലും അവൻ ആ കിടക്ക വിട്ടെഴുന്നേക്കത്തില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ കർത്താവിന്റെ ഒരു ഉപകാരം കണ്ടോ? കിടക്കയിൽ നിന്ന് കൈ പിടിച്ച് എന്റെ ദൈവമേ എഴുന്നേൽപ്പില്ല. ലോകശൈലിയിൽ ഞാനെന്റെ കിടക്കയെ മാറ്റി ഇരിക്കുന്ന പ്രിയ പൈതൽ ലീഡ് ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തോട് ആത്മാവ് ഇടപെട്ട ഒരു വെളിപ്പാട് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് ചില രോഗസൗഖ്യം നടക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. ഇന്നലെ രാത്രി എനിക്ക് തന്ന ദൂതാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് അവനോട് പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തി. രണ്ടും പേരെ ഒരുപോലെ പരിശുദ്ധാത്മാവ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാമെന്നാണ് അപ്പോസ്തലൻ അമ്മയിൽ എഴുതിയെന്ന്. ഇന്ന് ചില രോഗസൗഖ്യത്തിന്റെ ഉപകാരങ്ങൾ വെളിപ്പെടും. രോഗമില്ലാത്തവർ പ്രാർത്ഥിക്കണ്ട. രോഗത്തിന് അസ്വസ്ഥയില്ലാത്തവർ പ്രാർത്ഥിക്കണ്ട. മനപ്പകർച്ച ഇല്ലാത്തവർ പ്രാർത്ഥിക്കണ്ട. എന്നാൽ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരറിയിരിക്കുന്നത് അവര് മൗനമായിരിക്കുന്നത് നിന്റെ സൗഖ്യത്തിന്റെ ദിവസമായത്. നിന്റെ സൗഖ്യത്തിന്റെ ദിവസമായത്. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില മാനസിക സംഘർഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ അയ്യവേ അല്പസമയം കരങ്ങളെ അടിച്ച് അന്യഭാഷകളിൽ ആരാധിക്കുന്നത്. ആരും നിറവേരിക്കരുത്. അന്യഭാഷയും അന്യഭാഷ ബാധിച്ചവർ, അന്യഭാഷയും അല്ലാത്തവർ സ്ത്രീസ്വാത്രത്തോട് കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തിന് മഹത്വം. ജനന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ട, പ്രസംഗം തീർക്കുന്നതല്ല പ്രധാനം. പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ക്ഷീണങ്ങൾ മറന്ന് തളർത്തുക, ദുർബലമാക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, കലർത്തുന്ന, മന്ദയിടുന്ന, ശരീരത്തെ ശോഷിപ്പിച്ചുകളയുന്ന പൈശാചിക വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു. അഴിഞ്ഞുമാറുന്നു. നിന്റെ ശരീരത്തെ അലക്കുന്ന ചില രോഗാത്മാവിനെ ഇന്നത്തവൻ യേശുവിന്റെ നാമത്തിൽ ആ കുരുന്ന് ഇന്ന് പ്രാപിക്കേണ്ട വിടുതൽ ഇന്ന് പ്രാപിച്ചത്. ഇന്ന് പ്രാപിക്കാതെ നാളെ എനിക്ക് തീരമാണെന്ന് പറഞ്ഞു എന്റെ പ്രാപിക്കാനുള്ളത് ഇന്ന് പ്രാപിക്കേണ്ടത്. ഇന്ന്
മനപ്പകർച്ച അതിനടിക്കുന്നു നിങ്ങളുടെ ഭൂമികളെയും യേശുവിന്റെ നാമത്തിൽ ഇന്നലെ ആ ഇവരുടെ മൈൻഡിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇടികൾ കൈമാറുന്നു. ദൈവത്തിന്റെ സൗഖ്യം യേശുവിന് ഇവരുടെ മൈൻഡിലേക്ക് മനസ്സിലേക്ക് സൗഖ്യം വ്യാപികളെ ആ പ്രാപികളെ ഒരു പിടിച്ചോ ഒരു മുറിയായി അവർ പിടിച്ചോ അവർ കിടക്കയിലായി ആ പൊട്ടടിയുന്നു നിന്നെ കിടക്കയിലാക്കാൻ ശ്രമിക്കുന്ന ആ പൊട്ടടിയുന്നു നിന്നെ കിടക്കയിൽ ആക്കാൻ ശ്രമിക്കുന്ന രോഗിയായി വന്നവർ രോഗിയായി സൗഖ്യം ചെയ്തവർ ജീവിക്കാനാണെന്ന് ദൈവത്തിന്റെ ഉപകാരം സ്വീകരിക്കാൻ നിന്റെ അകത്തിരിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല നീ അനുഭവിക്കുന്നത്. നീ അനുഭവിക്കുന്നതിനനുസരിച്ച് വേണം നീ ദൈവത്തിൽ നിന്ന് ഭാവികൾ സൗഖ്യം നടക്കട്ടെ. മാനസിക സംഘർഷം മാറട്ടെ. മാനസിക സംഘർഷം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ വിമർശനയും മാറട്ടെ. എല്ലാ തളർച്ചയും മാറട്ടെ. എല്ലാ ദുർവ്യാധിയും അഴിയട്ടെ. സൗഖ്യം നടക്കുന്നു. ശരീരത്തിന്റെ അകത്തും പുറത്തും കീഴിൽ നടക്കുന്നു. എനിക്ക് രോഗ സൗഖ്യം ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. ഇന്ന് ചില അഴിയുന്നു. ഭൂമിയിൽ പറ്റിയത്
സ്വർഗത്തിൽ കെട്ടപ്പെടുമെങ്കിൽ ഭൂമിയിൽ അഴിയുന്നത് സ്വർഗത്തിൽ അഴിയും. ഇതിനെ സ്ഥാപിക്കാനുള്ള ശിക്ഷകൾ ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ ഇതിനകത്ത് കടല്. Yes. 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 മകൾ നിങ്ങളുടെ ആത്മാവ് ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടത് എന്റെ പ്രാണനെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് എന്റെ പ്രാണനെ അവർ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുക, മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുക. എന്തിനാ? ജീവന്റെ പ്രകാശത്തിൽ നടക്കാൻ. സ്തോത്രം, സ്തോത്രം. മോളെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 103:5. നിന്റെ ആവശ്യങ്ങളിൽ തൃപ്തി വരുത്തുക 3-ാമത്തെ ഉപകാരം. 1, പാപങ്ങളെ ക്ഷമിച്ചു. 2, സൗഖ്യം വരുത്തി. 3, നിന്റെ ആവശ്യങ്ങളിൽ തൃപ്തി വരുന്നു. വിശ്വസിക്കുന്നവരാണ് പറ. സങ്കീർത്തനം 107:9 ഒന്ന് വായിച്ചേ. ആർത്തിയുള്ളവന് ഒരാമയം പറ. അവൻ അടിവരയിട്. പേന ഉണ്ടെങ്കിൽ ഇല്ല വീട് ചെന്നിട്ടാണ്. ആർത്തിയുള്ളവന് ആമയം പറ. അവൻ ആർത്തിയുള്ളവന്. എനിക്ക് ഒറ്റ ദൂരേ ഉള്ളൂ. ഇന്ന് പകരം ആർത്തി ആർക്കുണ്ടോ അവൻ തൃപ്തി പ്രാപിച്ചിട്ടെങ്കിൽ അവന് തൃപ്തി പ്രാപിച്ചിട്ട് മടങ്ങത്തുള്ളൂ. ആത്മാവിൽ ഒരു ആർത്തി ഉണ്ടാവും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മള് ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ചിക്കൻ മേടിക്കാൻ കടയിൽ പോയെന്ന് കേൾക്കുമ്പോ തന്നെ അവർക്ക് ഭയങ്കര ആർത്തിയായിരിക്കും. ചിക്കൻ വരും, കറി വെക്കും, ഇന്ന് ഇന്ന് ഇഷ്ടം പോലെ കൂട്ടുന്നോണ്ട് അത്ര ആർത്തി ഉണ്ടെന്ന് അറിയത്തില്ല. നേരത്തെയൊക്കെ കുറവായിരുന്നു. ചിലർക്ക് എത്ര കൂട്ടിയാലും ആർത്തി. ആ ആർത്തി അല്ല പറയുന്നത്, ദൈവസന്നിധിയിലുള്ള ആർത്തി. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് അവൻ നിറയ്ക്കും. ഒരാമയം പറ. ഈ സൂമിൽ പല രാജ്യത്തുള്ളവരും പല സമയത്തുള്ളവരാ. നമുക്കിവിടെ ഡേ ആണെങ്കിൽ അവിടെ നൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്തിനാണെന്നറിയോ? ഉറക്കമൊക്കെ മാറ്റി വെച്ച് മെനക്കെട്ടിനകത്ത് കയറുന്നത് ഒരാർത്തി ഉള്ളതുകൊണ്ടാ, ഒരു വിശപ്പുള്ളതുകൊണ്ടാ. പല കാര്യങ്ങളും മാറ്റി വെച്ച് എന്തിനാ വന്നേ? എന്തിനാ രാവിലെ ട്രെയിൻ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകും? ആർത്തി ഉള്ളതുകൊണ്ടാ, വിശപ്പുള്ളതുകൊണ്ടാ. എന്നാ മിണ്ടാതെ? അതോ കാര്യസാഹചര്യത്തിന് വന്നു? കാര്യസാഹചര്യത്തിന് വന്നേണോ? എന്തിനാ വന്നേ? ഞങ്ങൾക്കൊരാർത്തിയുണ്ട്, ഞങ്ങൾക്കൊരു വിശപ്പുണ്ട്. ആർത്തിയുള്ളവനെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തും.
അതാ ദൈവം ചെയ്ത ഉപകാരം. ഞാൻ വിശ്വസിക്കുന്നു നിനക്കൊരു ദാഹം ഉണ്ടെങ്കിൽ യേശു വിളിച്ചേ അങ്ങനല്ലേ? യേശു അങ്ങനല്ലേ വിളിച്ചേ? ദാഹിക്കുന്നവരെ ദാഹിക്കുന്നവരെ എന്റെ അരികിൽ, ദാഹമുള്ളവരെ ദൈവത്തിന് ആവശ്യം. ഞാനൊരു കാര്യം പറയാം. ദൈവസന്നിധി ദാഹം ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരു വിശപ്പുണ്ടെങ്കിൽ അവരോട് മാത്രം അതൂത്. നിന്റെ ചില വിഷയത്തിന്റെ തൃപ്തി നീ കാണണം. ചില നന്മ കൊണ്ട് ദൈവം നടക്കുന്നുണ്ട്. ദൈവം ചെയ്ത 3 കാര്യങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ ഉപകാരം. 3 ഉപകാരം. 1, പാപത്തെ ക്ഷമിച്ചു. അഗ്ര ചർമ്മക്കാരെന്ന ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി മക്കളെന്ന ലിസ്റ്റിൽ ചേർന്നു. 2, രോഗത്തെ എന്ത് ചെയ്തു? സൗഖ്യം വരുത്തി. 3, നമ്മുടെ ആവശ്യങ്ങളിൽ. ഒരു നിമിഷം എല്ലാവരും നിങ്ങളുടെ ബൈബിൾ ഒരു സൈഡിൽ വെക്കുക. ഇരിക്കുന്ന ചെയർ ഒരുമിച്ച് ബാഗിലോട്ട് മാറ്റി. നീല ചെയറിന്റെ മുകളിൽ നീല ചെയർ ഇട്ട് മാറ്റി. അല്ലാത്ത ചെയർ അതിന്റെ മുകളിലിട്ട് ബാഗിലോട്ട് മാറ്റി. എന്നിട്ട് സ്വാതന്ത്ര്യത്തോട് ആരാധിക്കാം. ആ സ്പേസ്. എഴുന്നേക്ക്, എഴുന്നേറ്റ്. ഓടിപ്പോകാൻ പോകുന്നവരാണ്. ആ